ചെറിയ ചെറിയ കടങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ വിഷമങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ ഡിപ്രഷൻ എന്നൊരു വാക്കെന്ന് പറയുക നമ്മുടെ പൊതുവായിട്ടുള്ളൊരു സംസാരം. പൊതുവേ ഗേൾസാണ് ഇത്, എനിക്കങ്ങ് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എനിക്കങ്ങ് മൂഡ് സ്വിംഗ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവർക്ക് ടോക്സിക്കാണ്, എന്ത് പറഞ്ഞാലും ഇങ്ങനെയുള്ള വാക്കുകൾ പഠിച്ചു വെച്ചിട്ട് അങ്ങ് റിപ്ലൈ പറയുകയാണ്. സോ ഇങ്ങനെയുള്ളവർക്ക്, പ്രത്യേകിച്ച് സൂയിസൈഡ് മെൻറ്റാലിറ്റി അല്ല സൂയിസൈഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവരോട് പറയുകയാണ്, വിജയമലയുടെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഒന്ന് ആലോചിക്കുക, ഒരു കാലത്ത് രാജാവെന്നല്ല ചക്രവർത്തിയെക്കാട്ടിലും ഉപരിയായിട്ട് വാഴുന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. സ്വന്തം പ്രൈവറ്റ് ജെറ്റിൽ, അതായത് ഇപ്പോഴാണ് യൂസഫ് അലി, നമ്മുടെ അംബാനി അങ്ങനെയുള്ള ആൾക്കാർ ജെറ്റിൽ യാത്ര ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന കാലത്തിനൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്വന്തം പ്രൈവറ്റ് ജെറ്റ് കൂടാതെ എയർബസ് പോലെയുള്ള ഒരുപാട് ഫ്ലൈറ്റുകൾ സ്വന്തമായിട്ടുണ്ടായിട്ടും നാട് വിട്ട് പോയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട്സിലൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയമലയുടെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. 6200 കോടി രൂപ കടമെടുത്തതിൻ്റെ പേരിൽ 14,000 കോടി രൂപ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തിരിച്ച് റിക്കവർ ചെയ്തിട്ടുണ്ട്. 250+ സ്പോർട്സ് കാർ മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്ന് ആലോചിക്കുക, നമ്മളൊക്കെ ഒരു സ്പോർട്സ് കാർ കാണാൻ കൊതിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ തൊടാൻ കൊതിക്കുന്ന കാലത്ത് അതൊക്കെ 250+ വേണമെങ്കിൽ പറയാം, ജനങ്ങളുടെ പൈസയാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണൊക്കെ. സോ എന്ത് തന്നെ ആയാലും അങ്ങനെ ജീവിച്ചിരുന്ന ഒരാൾ, ഒരു റോയൽ ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ വിസ്കിയുടെ ബ്രാൻഡിൻ്റെ ഓണർ, അതല്ലെങ്കിൽ ഒരു ബിയറിൻ്റെ കമ്പനിയുടെ ഓണർ, അതല്ലെങ്കിൽ എന്താ പറയുക, മറ്റ് ഒരു പാർട്ടി നടത്തുമ്പോഴത്തേക്ക് ബോളിവുഡ് ഫുൾ, ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മുടെ അംബാനി പാർട്ടി നടത്തിയപ്പോഴത്തെ, അല്ലെങ്കിൽ മോൻ്റെ കല്യാണം നടത്തിയപ്പോഴത്തെ ബോളിവുഡ് ഫുൾ അവിടെ വന്ന് ആഘോഷിച്ചു, തുള്ളിച്ചാടി, ഡാൻസ് കളിച്ച് പോയപ്പോഴേക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ 1000 മില്യൺ കണക്കിന് വ്യൂസാണ് വന്നിട്ടുള്ളത്. സോ ആ വ്യൂസൊക്കെ വരുന്നതിനൊക്കെ മുമ്പ്, വാർത്തകൾക്കൊക്കെ അപ്പുറം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ട അറിവാണ്. അതായത് ഓക്സ്ഫോർഡിലും ബാംഗ്ലൂരിലെ പല കോളേജസിലൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ടുള്ളവർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. ഇവിടെ പാർട്ടീസിന് വേണ്ടി മാത്രം, എല്ലാം അവിടെ വർക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ആയിട്ട് പാർട്ടീസിന് വേണ്ടി മാത്രം പോയിട്ട് വരുന്നവർ നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത്. അത് പാർട്ടീസിൽ ഷാറുഖ് ഖാൻ ഉൾപ്പെടെയുള്ള ബോളിവുഡിലെ പ്രമുഖ നടന്മാർ വരാറുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നുള്ള മനുഷ്യൻ നേരെ അവിടുന്ന് ഒറ്റയടിക്ക് സീറോയിൽ വന്ന്, അതായത് ഏണിയും പാമ്പും കളിക്കുമ്പോഴത്തേക്ക് പാമ്പ് കൊത്തി നേരെ സീറോയിൽ വന്നിട്ട് അവിടുന്ന് വീണ്ടും ജീവിച്ച് കാണിക്കുകയാണ്. സോ അതാണ് നമുക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് ഹീറോയിസം. അത് മാത്രമല്ല, ഇങ്ങനൊരു പേരും, കള്ളൻ എന്ന പേരും അതല്ലെങ്കിൽ ഒളിച്ചോടി എന്നുള്ള പേരും കിട്ടിയിട്ട് പുള്ളി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. പുള്ളിക്കാരൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് പറയുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എന്തുതന്നെയായാലും എടുത്തിട്ടുള്ള ലോണ് 2.5% അധികം അടച്ചു തീർത്തു. 6200 കോടി എടുത്തിട്ടുള്ള ലോണ് 14,000 കോടി രൂപ തിരിച്ചടച്ചു കഴിഞ്ഞു. സോ അദ്ദേഹത്തിൻ്റെ മൊത്തം അച്ഛൻ കൊടുത്ത വസ്തുക്കളും സ്വത്തുകളും, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുകളും, കുറേ പേര് പറയുന്നുണ്ട് പാർട്ടി മറ്റ് പ്ലാൻ ചെയ്യാതുള്ള ബിസിനസ്സുകൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തകർച്ച ഉണ്ടായെന്നും. എന്തിനായാലും എനിക്ക് ജസ്റ്റ് ഇതൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ തന്നെയാണ്, ജീവിക്കാനുള്ള മോട്ടിവേഷൻ. അത് എല്ലാവർക്കും അങ്ങനെ കാണണം തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ടോപ്പിൽ നിന്നും നേരെ സീറോയിൽ വന്ന് വീണിട്ടും പുള്ളി അതുപോലെ തന്നെ ജീവിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ പഠനം ആക്കിയിട്ട്, അല്ലെങ്കിൽ പഠിക്കാനുള്ളതെന്ന് ഞാൻ പറയും. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.